സ്കോപ്പ് ഓഫ് സൈക്കോളജി. നമ്മൾ ഇന്നലെ കുറച്ച് സ്കോപ്പ് ഓഫ് സൈക്കോളജി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഹെൽത്ത് സൈക്കോളജി. മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഇൽനെസ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ അത് കോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ്, ഇമ്മ്യൂണിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. എക്സാമ്പിൾ പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്കുകൾ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫോറൻസിക് സൈക്കോളജി. സൈക്കോളജിയും ലോയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സ്റ്റഡിയാണ് ഫോറൻസിക് സൈക്കോളജി. ഇതിൽ ക്രിമിനൽ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ ക്രിമിനൽ പ്രൊഫൈലിംഗ് ക്രിയേറ്റ് ചെയ്യുക, വിറ്റ്നസ് ക്രെഡിബിലിറ്റി ആൻഡ് ഒഫൻഡറിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അസസിങ്, ലീഗൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷനിലൂടെ ഒരു ലീഗലായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കോർട്ടിലുള്ള വിറ്റ്നസ്സിനെ ഒരു എക്സ്പേർട്ട്, അതായത് ഒരു ഫോറൻസിക് സൈക്കോളജി എക്സ്പേർട്ട് ടെസ്റ്റിഫൈങ് ചെയ്യുന്നതാണ്. ന്യൂറോ സൈക്കോളജി. ബ്രെയിനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എങ്ങനെയാണ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് എക്സാമിൻ ചെയ്യാണ് ന്യൂറോ സൈക്കോളജിയിൽ. ബ്രെയിൻ ഇഞ്ചുറീസ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് കൊഗ്നിഷനിൽ, ഇതൊക്കെ സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി പേഷ്യൻസിനൊക്കെ റിഹാബിലിറ്റേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ FMRI, EEG, ഇങ്ങനത്തെ ബ്രെയിൻ ടെക്നിക്കുകളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അൽഷിമേഴ്സ് പേഷ്യൻറ്റിൽ മെമ്മറി ലോസിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തുന്നതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. റിസർച്ച് സൈക്കോളജി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് ബേസിക് മെൻ്റൽ പ്രോസസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ മെമ്മറി, ലേണിംഗ്, പെർസെപ്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ സ്റ്റഡി നടത്തുന്നുണ്ട്. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ്, സൈക്കോളജി ഫീൽഡിൽ സയൻറ്റിഫിക് എവിഡൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, ന്യൂ തിയറീസും ഇൻ്റർവെൻഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലേണിങ്ങിനെ എങ്ങനെയാണ് ഒരു മൾട്ടി ടാസ്കിങ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഒരു എക്സാമ്പിൾ. അതായത് ഇപ്പോൾ ലേൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ മ്യൂസിക് കേട്ടുകൊണ്ട് ലേൺ ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സ്പോർട്സ് സൈക്കോളജി. ഇത് ഫോക്കസ് ചെയ്യുന്നത് മെൻ്റൽ ഫിറ്റ്നസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്പോർട്സിലും ആ ഒരു ഫീൽഡിലെ പെർഫോമൻസിനും വേണ്ടിയിട്ട് മെൻ്റൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. മോട്ടിവേഷൻ, കോൺഫിഡൻസ്, ഫോക്കസ് ഇൻ അത്ലറ്റ്സ്, ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ കോമ്പറ്റീഷനായി ഉണ്ടാകുമ്പോഴുള്ള ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇതൊക്കെ മാനേജ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ, മെൻ്റലി റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്.